ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടി. കുറെ ദിവസമായിട്ട് ഇവിടെ ചെമ്മീൻ തന്നെയാണ്. ഇന്ന് എനിക്ക് എന്റെ ഫ്രണ്ട് ഐശ്വര്യത്തോടെ രാവിലെ കുറച്ച് ചെമ്മീൻ കൂടെ തന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനും കുറച്ച് പോയി ചെമ്മീൻ വാങ്ങിച്ചു. അത് നല്ല വല കുടയനത്തു നിന്നാണ് 2 ചെമ്മീൻ കിട്ടിയത്. ഞാൻ പോയി വാങ്ങിച്ചത്, എന്റെ ഫ്രണ്ട് കൊണ്ട് തന്നത്. അപ്പൊ ഞാൻ ഓർത്ത് കുറച്ചിട്ട് ഫ്രൈയും ചെയ്യാം, കുറച്ച് തീയലും വെക്കാം. കാരണം കുറെ ദിവസമായിട്ട് മാങ്ങയിട്ട് തേങ്ങ അരച്ചു വെച്ചു, പിന്നെ മുളകിൽ ഇന്നലെ വെച്ചു. അപ്പൊ ഇന്ന് ഇങ്ങനെ പോകാന്ന് വിചാരിച്ചു. ഇപ്പം മൊത്തം വല കുടയുന്നത് ചെമ്മീനും ചെറിയ പൊടിമീനുകളുവാ. വേറെ മീനുകളൊന്നും അങ്ങനെ. പിന്നെ ഏറ്റവും ഇവിടെ ഇഷ്ടം പൊടിമീനാണ്. ഇപ്പൊ പൊടിമീൻ കഴിക്കുന്നതാണല്ലോ നല്ലത്, ഈ വലിയ മീൻ കഴിക്കുന്നതിനേക്കാട്ടും. അപ്പം നമുക്ക് എത്ര ചെമ്മീൻ കിട്ടിയെന്ന് നോക്കാം. ഈ പാത്രം നിറയെ ചെമ്മീനാ ഫ്രണ്ട്. ഞാനിത് പൊളിച്ചു വരുമ്പോ എത്ര സമയം എടുക്കും അറിയാം. എന്നാലും കുഴപ്പമില്ല, ഞാനിതെല്ലാം പൊളിച്ച് സെറ്റാക്കിട്ട് വരാം. നമ്മള് മുമ്പേ കണ്ടതാണ്ടോ, പൊളിച്ചു കഴിഞ്ഞപ്പോ കണ്ടോ ഗേസ്. ഇതിനകത്തൊന്ന് കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യും, കുറച്ച് തീയലിനും എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഗേസ്. അപ്പൊ ഇതിനകത്ത് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മീറ്റ് മസാല, കോൺഫ്ലവർ, ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. നല്ലപോലെ തിരട്ടണം ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഞാൻ ഉച്ചക്കത്തേക്കിന് മാത്രം കുറച്ചെടുക്കുന്നേ ഉള്ളൂ. അത് നമുക്ക് ഫ്രൈ ആവട്ടെ. അപ്പൊ നമുക്ക് ഇനി തീയലുണ്ടാക്കാം. ഇത് നല്ല ഫ്രൈ ആവട്ടെ. അപ്പൊ മുമ്പേ ഞാൻ കുറച്ച് ഫ്രൈക്ക് മാറ്റി വെച്ചു. ഇത് ഞാൻ കുറച്ച് ഫ്രൈക്ക് എനിക്കൊരു കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇവിടെ മക്കൾക്ക് ഫ്രൈ ചെയ്യാനാണ് കൂടുതലും ഇഷ്ടം. പിന്നെ കറിക്ക് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ കറിവേപ്പില, ചുമന്നുള്ളി, മുരിങ്ങയ്ക്ക, തക്കാളി, വെളുത്തുള്ളി ഇടുന്നുണ്ട്. അത് തേങ്ങ വറക്കുന്നതിനകത്താണ് ഞാൻ വെളുത്തുള്ളി ഇടുന്നത്. പിന്നെ അതിന് കൂടെ കുറച്ച് ചെറുജീരകവും ഇടും. ഞാനിങ്ങനെയാണ് തീയലുണ്ടാക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ രീതികളിലായിരിക്കും. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ചുമന്നുള്ളി ഇട്ടു. ചുമന്നുള്ളി ഒന്ന് നല്ല വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാന് അത് ലാസ്റ്റ് ചെമ്മീനൊക്കെ ഇട്ടിട്ട് ഞാൻ മുരിങ്ങയ്ക്ക എടുത്തുള്ളൂ. അപ്പൊ നമുക്കിനി തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ തക്കാളി കുട്ടന്മാരെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് നല്ല പോലെ വഴണ്ട് വന്നതിന്റെ ശേഷം നമുക്ക് പിന്നെയാണോ ചെമ്മീനും എല്ലാം ഇട്ട് കൊടുക്കാം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലെഞ്ചിന് കറിയെല്ലാം എല്ലാ സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതപ്പൊ വൈകുന്നേരത്തിനും കൂടെ ആവുന്നിടത്തോടെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ പിന്നെ വൈകുന്നേരം ഉണ്ടാക്കണം നിൽക്കണ്ടല്ലോ, ഒറ്റയടിക്കുന്ന പണി കഴിയുമല്ലോ. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇതങ്ങ് നല്ല വഴണ്ട് വരട്ടെ. അപ്പൊ ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുത്തു. ചെമ്മീൻ ഒന്ന് വേവട്ടെ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും തേങ്ങ അരച്ച് സെറ്റാക്കാം. അപ്പൊ ചൂടൊക്കെ ആറി. ഇനി നമുക്കിത് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് ഇടാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ അരയ്ക്കാൻ പോവാണ്. ഇതിനകത്ത് മുളക് പൊടി, ശകലം മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറുജീരകം. അപ്പൊ നമുക്ക് അരച്ചിട്ട് വരാം. അപ്പൊ നമുക്കിത് അരച്ചു കൊണ്ടുവന്നത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളക്കട്ടെ. ഇതാപ്പം മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. നല്ല തിളച്ചു. മുരിങ്ങയ്ക്ക ഇട്ടിട്ട് ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് തിളക്കട്ടെ. അപ്പൊ കറി നല്ല തിളച്ചു. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. കാരണം ഞാനിത് കടുക് വറുക്കാൻ നേരത്തൊക്കെ വഴറ്റിയതൊക്കെ എണ്ണ ഒഴിച്ചിട്ടാണ്. അന്നെങ്കിൽ കുറച്ചെണ്ണ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചെമ്മീനൊക്കെ വെന്തതാണ്. ഈ മുരിങ്ങയ്ക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് വെന്താ മതി. ബാക്കിയൊക്കെ സെറ്റ്. ഫ്രണ്ട്സ്, എന്റെ ചെമ്മീൻ കറി റെഡി ആയിരിക്കുന്നു.
അപ്പൊ ഫ്രണ്ട്സ്, എന്റെ വീഡിയോ കണ്ടല്ലോ. ഞാൻ ഇന്നൊരു ചെമ്മീൻ തീയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് ചെമ്മീൻ കിട്ടി, അപ്പൊ അത് ഫ്രൈ ചെയ്യുന്നതും തീയൽ ചെയ്യുന്നതൊക്കെ ഒരു വീഡിയോ ആക്കിയേ ഉള്ളൂ. അപ്പൊ ഈ ചെമ്മീൻ തീയലൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഞാൻ എന്റേതായ രീതിയിൽ ഉണ്ടാക്കിയത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആക്കിയേ ഉള്ളൂ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.